Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to move on to the second part of the poem, For the Minicab Driver Who Looked as If He Needed Feeding. This is a poem by Imtiaz Darkar, included in the second semester AEC paper for commerce students in the FYUGP stream of Calicut University. So in the first part, we had a very extensive analysis, line by line analysis of the poem. അപ്പോൾ ഇംതിയാസ് ദർക്കർ എന്നുള്ള പേരുള്ള ഒരു പാകിസ്ഥാനി ഇംഗ്ലീഷ് റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു പോമാണിത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈൻ ബൈ ലൈൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ ദ കോണ്ടെക്സ്റ്റ് ഇസ് പാസഞ്ചർ is describing about a minicab driver in a very stereotyped way. So let's move on to an analysis of the poem theme wise. Okay, so the most important theme in this poem is cultural stereotyping. Stereotyping എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ ഒന്നുകിൽ കാസ്റ്റിൻ്റെ ബേസിലോ കളറിൻ്റെ ബേസിലോ അല്ലെങ്കിൽ റേസിൻ്റെ ബേസിലോ ഒക്കെ നമ്മൾ ആ സമൂഹത്തിനുണ്ട് എന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് സമൂഹം തീരുമാനിച്ച് വെക്കുന്ന കുറേ വാല്യൂസ് ഉണ്ടാവും. അതൊരിക്കലും ശരിയായിരിക്കില്ല പലപ്പോഴും. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് അതാണ് അവർ എന്ന് നമ്മൾ തീരുമാനിച്ച് കളയും. സോ അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ very clearly see that the passenger was stereotyping the driver. ഡ്രൈവർ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് പാസഞ്ചർ സ്റ്റീരിയോടൈപ്പ് ചെയ്തിട്ട് ചിന്തിക്കുന്നതാണ് ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. സോ ദി internal monologue reveals preconceptions about his food preferences and family customs. ഇവിടെ നമ്മൾ കാണുന്നത് ഇൻറ്റേർണൽ മോണലോഗാണ്. ഈ ഒരു യാത്രക്കാരിയുടെ മനസ്സിലുള്ളിലുണ്ടാവുന്ന കുറേ മുൻധാരണകളും മുൻവിധികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. സോ ഷീസ് തിങ്കിങ് അബൌട്ട് ഹിസ് ഫുഡ് പ്രിഫറൻസസ് ആൻഡ് ഫാമിലി കസ്റ്റംസ്. ഇയാളുടെ ഈ മുന്നിലിരിക്കുന്ന അപരിചിതൻ്റെ സ്ട്രേഞ്ചറുടെ ലുക്കിൽ നിന്നും ഇയാളുടെ ഫാമിലി കസ്റ്റംസ് ഇന്നതായിരിക്കും, ഇയാളുടെ രീതികൾ ഇന്നതായിരിക്കും, ഫുഡ് പ്രിഫറൻസസ് ഇന്നതായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. വെദർ ഹി ലൈക്സ് സമൂസാസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നോർത്തിൽ നിന്നുള്ള മാംഗോ ആണോ ഒരു സൗത്തിൽ നിന്നുള്ള ഒന്നുകൂടെ സ്വീറ്റർ ആയിട്ടുള്ള മാംഗോ ആണോ ഇഷ്ടം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. ഐ ഹോപ്പ് യു വിൽ റിമെമ്പർ. ദിസ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ ദി സ്പീക്കേഴ്സ് ഇൻറ്റേർണൽ മോണലോഗ് വെർ ദേ ഓട്ടോമാറ്റിക്കലി സ്പെക്യുലേറ്റ് അബൌട്ട് ദ ഡ്രൈവേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫുഡ് പ്രിഫറൻസസ്. ഫുഡിനെ കുറിച്ചുള്ള ധാരണകളും കൾച്ചറലായിട്ടുള്ള അസംഷൻസും രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരാളുടെ കൾച്ചറിനെ അയാളുടെ ഫുഡിലൂടെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ സ്പീക്കറുടെ ഇൻറ്റേർണൽ മോണലോഗ് പോകുന്നത്, അതായത് ഒരാളുടെ ഉള്ളിലുള്ള ഈ ഒരു സംസാരം. സോ ദ ക്രൂഷ്യൽ ലൈൻ ആൻഡ് വെർ ആർ യു ഫ്രം, ഐ മീൻ യുവർ പീപ്പിൾ, എംബഡീസ് ദിസ് തീം ഷോയിങ് ഹൗ ഈവൻ വെൽ മീനിങ് ക്യൂരിയോസിറ്റി ക്യാൻ പെർപച്വേറ്റ് സ്റ്റീരിയോടൈപ്പിംഗ്. ഈ പോയത്തിൻ്റെ ലാസ്റ്റ് ലൈനിൽ നമുക്ക് കാണാം, അറിയാതെ ഇവരുടെ വായിൽ നിന്നും വീണു പോവുകയാണ്. വെർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്, ഐ മീൻ യു പീപ്പിൾ, അതായത് നിങ്ങളുടെ ആളുകൾ എവിടെ നിന്നാണ്. സോ ദാറ്റ് വേർഡ് യുവർ പീപ്പിൾ എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ട്. അത് തന്നെ ആ ഒരു സൊസൈറ്റിയെ മൊത്തം അല്ലെങ്കിൽ ഇയാളുടെ ആളുകളെ എൻ്റെ ആളുകളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് കാണുന്ന ഒരു സ്റ്റീരിയോടൈപ്പിംഗ് ആണ് അവിടെ വരുന്നത്. ആൻഡ് ദ സ്പീക്കേഴ്സ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് റിവീൽസ് ദെയർ ഓൺ ബയാസസ് ആസ് ദ മെൻ്റലി അസൈൻ സ്പെസിഫിക് കൾച്ചറൽ മാർക്കേഴ്സ് ടു ദി ഡ്രൈവർ വിത്തൗട്ട് എനി എവിഡൻസ്. നമുക്കറിയാം ലാസ്റ്റ് ഇവർ അസ്യൂം ചെയ്യുന്ന ഒന്നും അല്ലാതായി മാറുന്നു. ബാൺസ്ലി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന ഒരാളെയാണ് ഇയാൾ ഒരു ഇന്ത്യൻ ആയിട്ട് ഈ ഒരു സ്പീക്കർ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൂഫും എവിഡൻസും ഒന്നും ഇല്ലാതെ ഇയാൾ മെൻ്റലി അങ്ങോട്ട് ഇയാൾ ഇന്ന കൾച്ചറിൽ നിന്നാണ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്പീക്കറുടെ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെ നിരത്തി വെക്കുന്ന ഒരു രീതിയാണിത്. സോ അതിലൂടെ ഇറ്റ് ഈസ് റിവീൽഡ്. ഓക്കെ, നൗ another important theme is identity and belonging. So this is a very important aspect in the poem. ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റി എന്താണ്, എങ്ങനെയാണ് ഇയാൾ ഒരു സ്ഥലത്ത് ബിലോങ് ചെയ്യുന്നു, ഞാൻ ഇന്ന സ്ഥലത്തുകാരനാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ വരുന്നത്. സോ ദ പോം ദ ടെൻഷൻ ബിറ്റ്വീൻ പെർസീവ്ഡ് ഐഡൻറ്റിറ്റി ആൻഡ് ആക്ച്വൽ ഐഡൻറ്റിറ്റി ബിക്കംസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം. ഒരാളെക്കുറിച്ച് പുറത്തു നിന്നുള്ള ഒരാൾ വായിച്ചെടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയും
അതേസമയം അയാളുടെ ശരിക്കുള്ള ഒരു സ്വത്വം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസും ടെൻഷനുമാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത്. ദ ഡ്രൈവേഴ്സ് സിംഗിൾ വേർഡ് റെസ്പോൺസ് ബാൺസ്ലി സബ്വേർഡ്സ് ഓൾ പ്രീവിയസ് അസംഷൻസ് ആൻഡ് റിവീൽസ് ദ സ്പീക്കേഴ്സ് പ്രിജുഡിസസ്. ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നതിലൂടെ വെർ ആർ യുവർ പീപ്പിൾ ഫ്രം എന്നുള്ള ചോദ്യത്തിൽ കിട്ടുന്ന ഉത്തരമാണ് ബാൺസ്ലി എന്ന് പറയുന്ന സ്ഥലം. ബാൺസ്ലി ഈസ് നോട്ട് എ പ്ലേസ് ഇൻ ഇന്ത്യ ഓർ എനിവർ. സോ ഈ ഒരു ഉത്തരം തന്നെ അതുവരെ ഈ ഒരു യാത്രക്കാരി മനസ്സിൽ കണക്കുകൂട്ടിയ എല്ലാ കണക്കുകൂട്ടലുകളെയും മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് സബ്വേർട്ടിങ് ഓൾ ഹെർ ദി സ്പീക്കേഴ്സ് അസംഷൻസ്. ദി പവർഫുൾ മെറ്റഫേഴ്സ് ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട് ആൻഡ് ഹിസ് ബാക്ക് as a flag illustrates how individuals are often reduced to their presumed origins. പലപ്പോഴും നമ്മൾ ആളുകളെക്കുറിച്ച് നമ്മുടേതായ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രിസ്യൂം ചെയ്യുന്ന, നമ്മൾ വിധിക്കുന്ന, മുൻകൂറായിട്ട് നമ്മൾ ധരിച്ചു വെക്കുന്ന കുറേ ഐഡിയാസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആളുകളെ അസസ് ചെയ്യുന്നത്. സോ ദർ ആർ ഐഡിയാസ് അബൌട്ട് ദെയർ ഒറിജിൻസ്. ഇയാൾ ഇന്ന സ്ഥലത്ത് നിന്നാണ്, ഇയാൾ ബിലോങ്ങിങ് ചെയ്യുന്നത് ഇന്ന സ്ഥലത്തിൽ ആണ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റാണ്. സോ അതിനുള്ള ഏറ്റവും പവർഫുൾ മെറ്റഫറാണ് ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട് ആൻഡ് ഹിസ് ബാക്ക് ഇസ് എ ഫ്ലാഗ്. ഒരാളുടെ മുഖം നോക്കിയിട്ട് അയാൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ടാണ് പാസ്പോർട്ട് എന്നും ഇയാളുടെ ലുക്കിനെ, ബാക്കിൽ നിന്നുള്ള സ്ട്രക്ചറിനെ ഒരു ഫ്ലാഗാണ്, സോ ദാറ്റ് യു ക്യാൻ റീഡ് ഹിസ് നാഷണാലിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ബിക്കംസ് മോർ പോയിഗ്നൻറ്റ് ഓർ മോർ ഷാർപ്പ് വെൻ ജെക്സ്റ്റപോസ്ഡ് വിത്ത് ദ ഡ്രൈവേഴ്സ് ആക്ച്വൽ നോർത്തേൺ ഇംഗ്ലീഷ് ഐഡൻറ്റിറ്റി ചലഞ്ചിങ് പ്രീ കോൺസെപ്ഷൻസ് ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ബ്രിട്ടീഷ്. അപ്പോൾ ഇവിടെ നോർത്തേൺ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാൺസ്ലി. അവിടെ നിന്ന് വരുന്ന ഇയാളുടെ ഐഡൻറ്റിറ്റി ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റിയാണ് ഇയാളുടെ. അത് ഈ സ്പീക്കർ വായിച്ചിട്ടുള്ളത് ഒരു സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളുടെ ഐഡൻറ്റിറ്റിയുമായിട്ടാണ് കൺഫ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ ദി വെരി ക്വസ്റ്റ്യൻ ഓഫ് ഐഡൻറ്റിറ്റീസ് ക്വസ്റ്റ്യൻസ്. ബ്രിട്ടനിൽ നിന്നുള്ള ഒരാളെ നമ്മൾ സ്പീക്കർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയും ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഒരേ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടാവാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് നൗ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫുഡ്. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആയിട്ട് പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഫുഡ് സെർവ്സ് ബോത്ത് ആസ് എ ലിറ്ററൽ കൺസേൺ ആൻഡ് എ കൾച്ചറൽ മെറ്റഫർ ത്രൂ ഔട്ട് ദ പോം. അത് ഫുഡ് എന്ന് ആ ഒരു കോൺസെപ്റ്റായിട്ട് മാത്രമല്ല, ഫുഡായിട്ട് മാത്രമല്ല, നമ്മൾ ഫുഡിനെ ഒരു കൾച്ചറലായിട്ടുള്ളൊരു ഐക്കണായിട്ടാണ് കാണുന്നത്. ഓക്കെ. And the detailed menu of Punjabi samosas, Bengali mustard fish and Kerala rice reveals more about the speaker's cultural framework than the driver's reality. അപ്പോൾ സ്പീക്കർ സംസാരിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ്. അതാണ് മറ്റേ ആളിലേക്ക് ആരോപിക്കുന്നത്. സോ പഞ്ചാബി സമൂസാസ്, ബംഗാളി മസ്റ്റാർഡ് ഫിഷ്, കേരള റൈസ് തുടങ്ങിയിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഇറ്റ് ഈസ് റിലേറ്റഡ് ആക്ച്വലി ടു ദി കൾച്ചർ ഓഫ് ദി സ്പീക്കറുടെ കൾച്ചറിലുള്ളതാണ്. അതെല്ലാം കൊണ്ടുപോയിട്ട് കണ്ട മറ്റൊരാളിലേക്ക് ഇയാൾ ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ സ്പെക്യുലേഷൻ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോസ്. അതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഏത് തരം, ഇന്ത്യയിൽ നിന്നുള്ള ആളാണെങ്കിൽ നോർത്തേൺ മാംഗോസ് ആണോ ഇഷ്ടം, അതോ ഒന്നുകൂടി സ്വീറ്റർ ആയിട്ടുള്ള സദേൺ മാംഗോസ് ആണോ ഇഷ്ടം എന്നൊക്കെ വരുന്നുണ്ട് ലൈൻസിൽ. സോ ദിസ് ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ ഫുഡ് ബിക്കംസ് എ മാർക്കർ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈവൻ ഒരേ മാംഗോയിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് പോലും ഓരോ ലൊക്കേഷൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. ദ കമ്പാരിസൺ ഓഫ് നോർത്തേൺ ആൻഡ് സതേൺ മാംഗോസ് റെപ്രസെൻറ്റ്സ് ആൻ ഇൻസൈഡേഴ്സ് നോളജ് ഓഫ് സൗത്ത് ഏഷ്യൻ കൾച്ചർ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇയാൾ സൗത്ത് ഏഷ്യൻ കൾച്ചറിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസൈഡറാണ് എന്നുള്ളത്. ഹവെവർ ദീസ് culinary assumptions ultimately highlight the speakers on prejudices rather than any truth about the driver. അപ്പോൾ ഇത് മുന്നിലിരിക്കുന്ന സ്ട്രേഞ്ചറെ കുറിച്ചുള്ള ഒരു ട്രൂത്തിലേക്കും വെളിച്ചം വീശുന്നില്ല. റാദർ ഇറ്റ് ടോക്സ് അബൌട്ട് ദി സ്പീക്കേഴ്സ് ഐഡൻറ്റിറ്റി. സ്പീക്കറുടെ ഐഡൻറ്റിറ്റിയിലേക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വിരൽ ചൂണ്ടുന്നത്. Okay, now let's move on to this power dynamics and social interactions. ഈ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഇൻട്രാക്ഷൻ ഡയലോഗിൽ നിന്ന് നമുക്കൊരു പവർ ഡൈനാമിക്സ് കൂടി വായിച്ചെടുക്കാൻ പറ്റും. സോ ദ പോം എക്സാമിൻസ് ദ കോംപ്ലെക്സ് പവർ ഡൈനാമിക്സ് ബിറ്റ്വീൻ ദ പാസഞ്ചർ ആൻഡ് ദ ഡ്രൈവർ. പാസഞ്ചർ ഒരു തൊഴിലാളി, ഒരു പൈസ കൊടുക്കുന്ന ആളും ഡ്രൈവർ ഒരു തൊഴിലാളിയുമായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് കൂടി ഇതിനകത്തുണ്ട്. സോ വൈൽ ദ സ്പീക്കർ ഹോൾഡ്സ് ഇക്കണോമിക് പവർ ആസ് എ കസ്റ്റമർ, ദെയർ എംബറാസ്മെൻറ്റ് അറ്റ് ദ എൻഡ്
ഷിഫ്റ്റ്സ് ദിസ് ഡൈനാമിക്. അപ്പോൾ ഇയാളുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ബാൺസ്ലി എന്നുള്ളൊരു ഉത്തരം ഈ ഡ്രൈവർ പറയുമ്പോൾ, നിങ്ങൾ എവിടുന്ന എന്നുള്ള ചോദ്യത്തിന് ഡ്രൈവർ ബാൺസ്ലി എന്ന് പറയുമ്പം ആകെ ചമ്മി പോകുന്നുണ്ട്. നമ്മുടെ ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടുള്ള സ്പീക്കർ ചമ്മി പോകുന്ന, എംബറാസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പക്ഷേ സ്പീക്കർ അവിടെ എടുത്ത പൊസിഷൻ, ഞാൻ ക്യാഷ് കൊടുക്കുന്ന ആളാണ്, സോ ഐ ആം സുപ്പീരിയർ ടു ദി വൺ ഹൂ ഇസ് ടേക്കിംഗ് മണി ഫ്രം മീ. നമ്മൾ ജോലിക്കാരോടുള്ള ഒരു ജോലി കൊടുക്കുന്ന ആളുടെ ഒരു പുച്ഛ മനോഭാവം ഇവിടെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ പവർ ഡൈനാമിക്സ്. The title itself suggesting the driver needed feeding. ഈ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിനി ക്യാബ് ഡ്രൈവറെ കാണുമ്പോൾ ഈ പാസഞ്ചറിന് ആദ്യം തോന്നിയിട്ടുള്ളത് ഹീ നീഡഡ് ഫീഡിങ് എന്നാണ്. തിന്നാൻ കിട്ടാത്ത ഒരാൾ എന്നൊക്കെ, അതായത് അത്രയും മെലിഞ്ഞിട്ടുള്ള ഒരാളെ, അതൊരു ബോഡി ഷെയ്മിങ്ങിൻ്റെ ആസ്പെക്റ്റ് കൂടി അതിനകത്തുണ്ട്. അതും ഒരു പവർ ഡൈനാമിക്സ് ആണ്. സോ ഈ നീഡഡ് ഫീഡിങ് എന്നുള്ള ഒരു വേർഡ് വളരെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്ട്രോങ് മെറ്റഫർ ഓഫ് പാട്രണൈസിങ് പെർസ്പെക്റ്റീവ്. പാട്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിനകത്ത് ഒരാളെ കെയർ ചെയ്യുക, അയാൾക്ക് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ അയാളുടെ ഒരു രക്ഷാധികാരി ചമയുക, ലൈക്ക് ഹീ നീഡ്സ് മൈ കെയർ, സോ ഐ ആം സുപ്പീരിയർ ടു ഹിം. നമ്മൾ ആർക്കാണോ കെയർ കൊടുക്കുന്നത് അയാൾ നമ്മളെക്കാളും ഇൻഫീരിയർ ആയതുകൊണ്ടാണല്ലോ നമ്മൾ അയാളെ കെയർ ചെയ്യുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് പാട്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ പാട്രണൈസിങ് പെർസ്പെക്റ്റീവ് ഡെസ്പൈറ്റ് ദ വെൽ മീനിങ് കൺസേൺ. മറ്റൊരാളെ അപരിചിതനെ കാണുമ്പോൾ അയാളുടെ വെൽബീയിങ്ങിനെ കുറിച്ചുള്ള കൺസേൺ, സിമ്പത്തി ആൻഡ് എംപതി, ദീസ് ആർ ഓൾ ഗുഡ് തിങ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റൊരാളെക്കുറിച്ച് പാട്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ അത് ഈ ഒരു പവർ ഡൈനാമിക്സ് വളരെ ക്ലിയർ ആയിട്ട് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ദ സ്പീക്കേഴ്സ് കൺസേൺ അബൌട്ട് ദ ഡ്രൈവേഴ്സ് വെൽബീയിങ് സജസ്റ്റ് ബോത്ത് കെയർ ആൻഡ് കണ്ടീസെൻഷൻ. കണ്ടീസെൻഷൻ എന്ന് പറഞ്ഞാലും പാട്രണൈസിങ് എന്നുള്ള മീനിങ് തന്നെയാണ്. സോ ദിസ് ക്രിയേറ്റ് എ ലെയേർഡ് എക്സ്പ്ലോറേഷൻ ഓഫ് കാസ്റ്റ്, റേസ് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ് വിതിൻ ദി ബ്രീഫ് ഇൻട്രാക്ഷൻ ഓഫ് എ ക്യാബ് റൈഡ്. ഈ വളരെ ചുരുങ്ങിയ സമയത്തുള്ള ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഷെയറിങ് മൊമെൻറ്റിൽ നിന്നും, അതും ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കുന്നുള്ളൂ, വെർ ആർ യു ഫ്രം, വെർ ആർ യു, ഐ മീൻ യുവർ പീപ്പിൾ, നിങ്ങളുടെ ആളുകൾ എന്നുള്ള ഈ ഒരു ചോദ്യത്തിൽ നിങ്ങളും ഞങ്ങളും, സോ ദ അതർ, ഞാനല്ലാത്ത ഒരാൾ, സോ ദാറ്റ് മീൻസ് ദി അതർ വൺ ഇസ് ഒബ്വിയസ്ലി ലോവർ ടു യു ഇൻ റാങ്ക്. റാങ്ക് അനുസരിച്ച് എന്നെക്കാളും താഴെ റാങ്കിലുള്ള ഒരാൾ, ഞാൻ കെയർ ചെയ്യേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു ലോവർ റേസിലോ കാസ്റ്റിലോ പെടുന്ന ഒരാൾ. ഈ മീനിങ്സ് എല്ലാം ഇതിനകത്ത് വളരെ സട്ടിലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ there's a moment of guilt and self-recognition. സോ ഈ പോയത്തിൻ്റെ ഒരു ക്ലൈമാറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവാണ്. whatever I perceive about, whatever I think about the another person or the other person in front of me cannot be right all the time. എനിക്ക് തെറ്റ് പറ്റാം എന്നുള്ളൊരു റെവലേഷനാണ്. സോ ഇറ്റ്സ് എ സെൽഫ് റെക്കഗ്നിഷൻ. ദ പോയം ക്യാപ്ചേഴ്സ് എ മൊമെൻറ്റ് ഓഫ് റിയലൈസേഷൻ ആൻഡ് സബ്സിക്വൻറ്റ് ഷെയിം വെൻ കൺഫ്രണ്ടിങ് വൺസ് ഓൺ പ്രിജുഡിസസ്. സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുൻവിധികൾ പലപ്പോഴും തെറ്റായി പോവാം എന്നുള്ള റിയലൈസേഷൻ. സോ ദ പേഴ്സൺ ഈസ് കൺഫ്രണ്ടിങ് ഹിസ് ഓൺ mistakes. The line, before I can stop them, the words fall out of my mouth, shows both self-awareness and lack of control. ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വായിൽ നിന്ന് അത് വീണുപോയി എന്നാണ് പറയുന്നത്, ഈ അതർ, നിങ്ങളുടെ ആളുകൾ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇയാൾക്ക് സ്വയം സെൽഫ് അവെയർ ആണ്, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ല, വളരെ സോഷ്യലാണ് താൻ എന്ന് ഇയാളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ട്. ബട്ട് ദ ക്വസ്റ്റ്യൻ കെയിം ഔട്ട്. ദി അബ്രപ്റ്റ് എൻഡിങ്, ഐ പേ ആൻഡ് ഗെറ്റ് ഔട്ട്, emphasizes the speaker's discomfort with one's own assumptions. സ്വന്തം മുൻവിധികളെ പറ്റി ഇയാൾക്ക് തോന്നിയിട്ടുള്ളൊരു ഡിസ്കംഫർട്ടും ഗിൽറ്റി ഫീലിങ്ങും ഖേദവും ഒക്കെ അവിടെ വരുന്നുണ്ട്. ദ സെൽഫ് റെക്കഗ്നിഷൻ ട്രാൻസ്ഫോംസ് ദ പോം ഫ്രം എ സിമ്പിൾ നറേറ്റീവ് ഇൻ ടു എ ഡീപ്പർ എക്സാമിനേഷൻ ഓഫ് കാഷ്വൽ പ്രിജുഡിസ്. അപ്പോൾ ഈ ഒരു നോട്ട്സിൽ, സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള നോട്ട്സിൽ പലയിടത്തും ദെയർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സ്പീക്കർ, വെദർ ദ സ്പീക്കർ ഇസ് എ മെയിൽ ഓർ ഫീമെയിൽ ഇസ് നോട്ട് ക്ലിയർലി ഇൻഡിക്കേറ്റഡ്. അതുകൊണ്ടാണ് ദെയർ എന്ന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ എന്ന് കൊടുക്കായിരുന്നു. സോ ദ സെൽഫ് റെക്കഗ്നിഷൻ ട്രാൻസ്ഫോംസ് ദ പോം ഫ്രം എ സിമ്പിൾ നറേറ്റീവ് ഇൻ ടു ഡീപ്പർ എക്സാമിനേഷൻ ഓഫ് കാഷ്വൽ പ്രിജുഡിസ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ചെറിയ മൊമെൻറ്റ്സിൽ, ചെറിയ പരിചയപ്പെടലുകളിൽ, സംസാരങ്ങളിൽ വായിൽ നിന്ന് വന്നു പോകുന്ന നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള പ്രിജുഡിസസ്, മുൻധാരണകൾ, അല്ലെങ്കിൽ മറ്റൊരാൾ, ദ സ്ട്രേഞ്ചർ ഹു ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ക്യാൻ ബി മൈ
ഐ ക്യാൻ ബി സുപ്പീരിയർ ടു ഹിം, അല്ലെങ്കിൽ ഇയാൾ എന്നെക്കാളും ഇൻഫീരിയർ ആയിരിക്കാം എന്നാണ് പലപ്പോഴും പലയിടത്തും മനുഷ്യർ കാണിക്കുന്ന മുൻവിധികൾ. അതിൻ്റെ ഒരു തുറന്ന് കാണിക്കലാണ് ഈ വളരെ സ്മോൾ ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിൽ വന്നിട്ടുള്ളത്. ആൻഡ് ആ റിയലൈസേഷൻ വരുമ്പോഴാണ് ഇയാൾ എംബറാസ്ഡ് ആവുകയും അല്ലെങ്കിൽ ചമ്മുകയും ഐ പേ ആൻഡ് ഗെറ്റ് ഔട്ട്, പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് നൗ അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇസ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഹ്യൂമാനിറ്റി. ദ പോം ഓപ്പൺസ് വിത്ത് ദ ഇൻറ്റിമേറ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ഡ്രൈവേഴ്സ് ഫിസിക്കൽ അപ്പിയറൻസ്. ഹിസ് ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ ആൻഡ് നോട്ടിങ് ഹി ലുക്സ് സോ യങ്. സോ ഇയാളെ കണ്ടപ്പോൾ വളരെ യങ്ങാന്ന് തോന്നി. ഇയാളുടെ കൈകളാകെ എല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ബോണിയാണ് എന്ന് പറയുന്നതൊക്കെ. ദി ഹ്യൂമൻ ഡീറ്റെയിൽസ് എസ്റ്റാബ്ലിഷ് ജെനുവൻ കൺസേൺ ബിഫോർ കൾച്ചറൽ അസംഷൻസ് ടേക്ക് ഓവർ. ആദ്യം ഈ പാസഞ്ചർക്ക് ഈ ഡ്രൈവറോട് തോന്നുന്നത് വളരെ ജെനുവൻ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങിന് മറ്റൊരാളോട് തോന്നേണ്ട കെയറും കൺസേണുമാണ്. അതിന് ശേഷമാണ് അതൊരു അസംഷൻ, കൾച്ചറൽ സ്റ്റീരിയോ ടൈപ്പിങ്ങിലേക്ക് പോകുന്നത്. സോ ദി ജക്സ്റ്റപൊസിഷൻ എംഫസൈസസ് how genuine care and can coexist with prejudice, making the poem's exploration of bias more complex and nuanced. ഈ ഒരു പോയം തന്നെ ബയാസിനെ കുറിച്ചാണ്. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കുറേ തെറ്റായ ധാരണകൾ ഉണ്ടായി വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ള അതിൻ്റെ ഒരു ഒറിജിൻസാണ്. സോ ജെനുവൻ കെയറിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബയാസും സ്റ്റീരിയോ ടൈപ്പിങ്ങും ഉമ്മയിൽ വന്നു. അപ്പോൾ പലപ്പോഴും ഹ്യൂമൻ ഡേ ടു ഡേ ലൈഫിൽ കെയർ എന്ന് പറയുന്ന ജെനുവൻ ആയിട്ടുള്ള കെയറും അതേസമയം മറ്റൊരാളോടുള്ള പ്രിജുഡിസും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും എല്ലാം ബ്ലെൻഡഡ് ആണ് മനുഷ്യരിൽ. അതിന് മെനി ടൈംസ് പീപ്പിൾ ആർ നോട്ട് പ്യുവർ സോൾസ്. അത് പോസിബിൾ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. സോ ദിസ് ഈസ് എ കോംപ്ലെക്സ് ആൻഡ് നുവാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹ്യൂമൻ ഫീലിങ്സ്. ഓക്കെ, വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഈ ഹ്യൂമൻ ഫീലിങ്സിനെ നമുക്കിവിടെ വായിച്ചെടുക്കാൻ പറ്റും. ദ ഫോക്കസ് ഓൺ ഫിസിക്കൽ ഡീറ്റെയിൽസ് ഓൾസോ സെർവ്സ് ടു ഹ്യൂമനൈസ് ബോത്ത് ദ ഡ്രൈവർ ആൻഡ് ദ സ്പീക്കർ. ഒരാളെ അയാളുടെ ഫിസിക്കൽ ഡീറ്റെയിൽസ് വെച്ച് ക്ലിയറായി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതൊരു ഹ്യൂമനൈസിങ് ഫാക്ടറാണ്. നമുക്ക് ശരിക്കും ഇയാൾ രണ്ട് മനുഷ്യരായിട്ട് നമ്മുടെ മുമ്പിൽ ആ ഒരു മൊമെൻറ്റ് വന്നു പോകുന്നു. സോ മേക്കിംഗ് ദ പോംസ് മെസ്സേജ് മോർ യൂണിവേഴ്സൽ ആൻഡ് റിലേറ്റബിൾ. വളരെ സ്പെസിഫിക് ആയിട്ട് ഹ്യൂമൻലി ആയിട്ടുള്ള ലുക്കും അപ്പിയറൻസും ഒക്കെ കൊടുത്തതുകൊണ്ടാണ് ദി റീഡേഴ്സിന് ഒന്നുകൂടി ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നത്. Okay, now to conclude, the poem effectively captures a moment of casual prejudice. Casual prejudice എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല, ഒരു മൊമെൻറ്റിൽ അറിയാതെ വന്നു പോകുന്ന, വളരെ ഇൻസിഡൻ്റലായിട്ട് വന്നു പോകുന്ന ഒരു പ്രിജുഡിസാണ്, മുൻവിധിയാണ്. ആൻഡ് ഇറ്റ്സ് uncomfortable aftermath using the mundane setting of a minicab ride. അപ്പോൾ വളരെ അൺകംഫർട്ടബിളാണ് റിസൾട്ട് വരുന്നത്, കാരണം ഇയാൾ എംബറാസ്ഡ് ആയി പോകുന്നുണ്ട്. യൂസിങ് എ മണ്ടെയിൻ, വളരെ ഡേ ടു ഡേ ലൈഫിൽ വളരെ നാച്ചുറലായിട്ടുണ്ടാവുന്ന വളരെ മണ്ടെയിൻ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഓഫ് എ മിനിക്യാബ് റൈഡ് ടു എക്സ്പ്ലോർ ഡീപ്പർ ഇഷ്യൂസ് ഓഫ് ഐഡൻറ്റിറ്റി, ബിലോങ്ങിങ് ആൻഡ് കൾച്ചറൽ അസംഷൻസ് ഇൻ കണ്ടംപററി ബ്രിട്ടൻ. സോ വെൻ യു റൈറ്റ് എ നോട്ട് അല്ലെങ്കിൽ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഇൻസിഡൻ്റലായിട്ട് വന്നിട്ടുള്ള ഒരു മൊമെൻറ്റിൽ നിന്നുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി, ആളുകളുടെ ഒരു സ്വത്വബോധം എന്ന് പറയുന്നത്, ബിലോങ്ങിങ്നെസ് ആൻഡ് കൾച്ചറൽ അസംഷൻസ്, ഒരു മിക്സഡ് റേസ് ജീവിക്കുന്നിടത്ത് ബ്രിട്ടനിൽ എങ്ങനെ ഈ ഫാക്ടേഴ്സ് എല്ലാം വളരെ ചെറിയ മൊമെൻറ്റ്സിൽ പോലും നമുക്ക് വളരെ ഡീപ്പായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ്. ദ പോം സ്കിൽഫുള്ളി യൂസസ് കോൺക്രീറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഇമേജറി ടു കൺവേ ബോത്ത് ദ സ്പീക്കേഴ്സ് വെൽ മീനിങ് ബട്ട് മിസ്ഗൈഡഡ് കൺസേൺ. ഈ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, വളരെ കൃത്യതയോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് സ്പീക്കർക്ക് ആദ്യം ഉണ്ടാകുന്ന ആ ഒരു നല്ല ജെനുവൻ ആയിട്ടുള്ള കെയറും അതിൻ്റെ കൂടെ മിക്സ്ഡപ്പ് ആയിട്ട് വരുന്ന ഒരു മിസ്ഗൈഡഡ് ആയിട്ടുള്ള കൺസേണും അതിനകത്തുള്ള വളരെ സട്ടിലായിട്ടുള്ള വയലൻസും എവ്രി ഡേ റേഷ്യൽ പ്രൊഫൈലിങ്ങിൻ്റെ, മിക്സഡ് റേസസ് ഒന്നിച്ച് ജീവിക്കുന്നിടത്തെല്ലാം നമ്മുടെ നാട്ടുകാരല്ലാത്ത ആളുകളെ അതറായിട്ട് കാണുന്നത്, എസ്പെഷ്യലി നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഒക്കെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിനോട് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. നമ്മൾ വേറെയും അവർ മോശക്കാരാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നതൊക്കെ ഈ ഒരു പോയത്തിൽ വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ബ്യൂട്ടിഫുൾ പോം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.